ഈ ഗ്രാമത്തിൽ എല്ലാ വീടുകളിലും രണ്ട് വാതിലുകളുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. കാരണം വൈകുന്നേരം 7 മണിക്ക് കഗുഡ എന്ന ഒരു പ്രേതം ഗ്രാമത്തിൽ കയറി എല്ലാ വീടിന്റെയും ചെറിയ വാതിൽ നിരീക്ഷിക്കുന്നു. ആ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ അകത്തുള്ള ഏതൊരു പുരുഷനും കഗുഡയുടെ ശാപമേറ്റുവാങ്ങി കൃത്യം 13 ദിവസത്തിനു ശേഷം മരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു യുവാവ് ക്ഷേത്രത്തിൽ വിവാഹം കഴിക്കുകയായിരുന്നു. വൈകുന്നേരം അടുക്കുകയാണെന്നും തന്റെ വീടിന്റെ ചെറിയ വാതിൽ തുറക്കാത്തതായും അയാൾ ഓർത്തു. അതവനെ ഭയപ്പെടുത്തി. അങ്ങനെ അവൻ പെട്ടെന്ന് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. അവൻ ഇടറി വീണ് വീട്ടിലെത്തി. പക്ഷേ ചെറിയ വാതിൽ തുറക്കാൻ പോയപ്പോൾ സമയം 7 ആയിരുന്നു. വാതിൽ യാന്ത്രികമായി തുറന്നു. 2 കാലുകൾ വായുവിൽ തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടു. അവർ അകത്തേക്ക് വന്ന് അവനെ ശക്തമായി ചവിട്ടി. അവൻ സംഭവസ്ഥലത്ത് നിന്ന് ബോധരഹിതനായി വീണു. അടുത്ത ദിവസം അവന്റെ പുറകിൽ ഒരു വലിയ കൊമ്പ് അവൻ കണ്ടു. ഇപ്പോൾ 13 ദിവസത്തിനുള്ളിൽ അവനും മരിക്കും. എന്നാൽ ഭാര്യ ഇതറിഞ്ഞപ്പോൾ അത് അന്ധവിശ്വാസമാണെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ തന്റെ ഭർത്താവിനെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ അവനെ ശസ്ത്രക്രിയ ചെയ്ത് സുഖപ്പെടുത്തി. എന്നിരുന്നാലും കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം അതേ കൊമ്പ് തിരിച്ചെത്തി. അത് അവളെ കൂടുതൽ ഞെട്ടിച്ചു. നിരാശയോടെ അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ ഒരാളെ കണ്ടുമുട്ടി. അയാൾ തന്റെ കാർഡ് അവൾക്ക് നൽകി. രക്ഷപ്പെടണമെങ്കിൽ തന്നെ വിളിക്കാൻ പറഞ്ഞു. മറ്റു മാർഗമൊന്നുമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അവൾ ആദ്യം അവനെ വിളിച്ചു. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ വിക്ടർ എന്ന പ്രേതവേട്ടക്കാരനാണ്. അവൻ പ്രേതങ്ങളുമായി സംസാരിക്കുകയും അവയെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. അവളുടെ അഭ്യർത്ഥന പ്രകാരം അയാൾ ഇപ്പോൾ അവരുടെ ഗ്രാമത്തിലേക്ക് വന്നിരുന്നു. എന്നാൽ ഗ്രാമവാസികളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കിയിരുന്ന കഗുഡയുടെ പ്രേതത്തെ കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ദൗത്യം. തന്റെ ഉപകരണം ഉപയോഗിച്ച് വിക്ടർ ഗ്രാമത്തിനു പുറത്തുള്ള ഒരു വയലിലെത്തി. അവിടെ അയാൾക്ക് പെട്ടെന്ന് ആത്മാവിന്റെ സിഗ്നൽ ലഭിച്ചു. അങ്ങനെ വിക്ടർ ഒരു പേപ്പറിന്റെ സഹായത്തോടെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ആ പ്രതിമയുടെ തല ചലിക്കാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷേ എങ്ങനെയും വിക്ടർ ആ പെയിന്റിംഗ് പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങി. പെയിന്റിംഗിൽ ഒരു വരണ്ട കിണറും 2 പ്രാവുകൾ പറക്കുന്നതും കണ്ടു. കൃത്യസമയത്ത് വാതിൽ തുറക്കാൻ കഴിയാത്ത ഈ ആൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചത്. അതിനാൽ കഗുഡ അവനെ ശപിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവൻ മരിക്കും. എന്നാൽ ഭാര്യ ഒരു പ്രേതവേട്ടക്കാരനെ വിളിച്ച് അവനെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അവനെ സുഖപ്പെടുത്താൻ പ്രേതത്തോട് സംസാരിക്കുന്നതിനിടയിൽ അവനൊരു വരണ്ട കിണറും 2 പ്രാവുകളും ചിത്രീകരിക്കുന്ന ഒരു ചിത്രം വരച്ചു. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയത് കുക്കു പെഹിൽവാന്റെ വീട് ഗ്രാമത്തിന് പുറത്താണെന്നും അവിടെ ഒരു വരണ്ട കിണറുണ്ടെന്നും. അങ്ങനെ എല്ലാവരും അവിടെ പോയി കുഴിക്കാൻ തുടങ്ങി. കാരണം ആത്മാവിന്റെ ശരീരം അവിടെ കുഴിച്ചിട്ടിരുന്നു. അവർ 2 അസ്ഥികൂടങ്ങളും ഒരു തൊപ്പിയും കണ്ടെത്തി. എന്നാൽ അസ്ഥികൂടങ്ങൾ കത്തിച്ച് അവയെ മോചിപ്പിക്കാൻ കഴിയുന്നതിനു മുമ്പ് കഗുഡയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. വിക്ടർ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആത്മാവ് അവന്റെ വാക്ക് കേൾക്കാതെ അവനെ ആക്രമിച്ചു. കഗുഡ അവരുടെ ജീവൻ അപഹരിക്കുമെന്ന് ഭയന്ന് എല്ലാവരും വീണ്ടും അസ്ഥികൂടം മൂടി ഓടിപ്പോയി. അടുത്ത ദിവസം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി എല്ലാവരും നിരാശയോടെ ഇരുന്നു. 13 ദിവസങ്ങളിൽ 7 ദിവസങ്ങൾ കടന്നുപോയി. അവനെ രക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടായി. ഇടയ്ക്ക് വിക്ടർ തൊപ്പിയിൽ ഒരു പേര് കണ്ടു. അതൊരു സർക്കസ് മനുഷ്യന്റേതാണെന്ന് തോന്നി. അയാൾ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോണിൽ സർക്കസ് മനുഷ്യനെ തിരഞ്ഞുകൊണ്ട് സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കഗുഡയുടെ യഥാർത്ഥ പേര് ഗുള്ളക്കെന്നും അയാൾക്ക് മാന്ത്രിക ശക്തികളുമുണ്ടായിരുന്നുവെന്നും അയാൾ കണ്ടെത്തി.